നമസ്കാരം, എല്ലാവർക്കും പ്ലസ് വണ്ണിന്റെ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും 10ാം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വണ്ണിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്ലസ് വണ്ണില് നമുക്ക് 10ലെ പോലെയല്ല, 10ൽ നിങ്ങൾ 2 ടെക്സ്റ്റ് ആയിട്ടാണ് കെമിസ്ട്രി പഠിച്ചത്. ഇപ്പോഴും നിങ്ങൾ 2 ടെക്സ്റ്റ് ആയിട്ട് തന്നെയാണ് കെമിസ്ട്രി പഠിക്കുന്നത്. 10ലെ 7 ചാപ്റ്ററുകൾ മറ്റും നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു. അതുപോലെ അതിന്റെ ഇരട്ടി ചാപ്റ്ററുകൾ ഇത്തവണ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ആകെ 14 ചാപ്റ്ററുകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഞാനിപ്പോൾ ആദ്യം ചെയ്യുന്നത് ആ ചാപ്റ്ററുകളുടെ പേരുകളും ഓരോ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നമുക്ക് ആദ്യം നോക്കാം. അതിനുശേഷം നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് 2 ടെക്സ്റ്റുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഞാൻ ഇപ്പൊ നിങ്ങളെ കാണിക്കുന്നത് ഫസ്റ്റ് ടെക്സ്റ്റിലുള്ള ചാപ്റ്ററുകളുടെ പേരുകളാണ്. ഫസ്റ്റ് ടെക്സ്റ്റില് ഞാൻ പറഞ്ഞു ആകെ നമുക്ക് 7 ചാപ്റ്ററുകൾ ഫസ്റ്റ് ടെക്സ്റ്റിൽ പഠിക്കാനുണ്ട്. ആ ഓരോ ചാപ്റ്ററിന്റെ പേരുകളാണ് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേരാണ് സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇതുവരെ നിങ്ങൾ പഠിച്ചിട്ടുള്ള കെമിസ്ട്രിയിലെ അടിസ്ഥാന കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ എന്തൊക്കെയാണെന്നാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇപ്പോൾ മാറ്റർ എന്താണ്, ദ്രവ്യം എന്താണെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. മാറ്റർ എന്താണെന്നും അതിന്റെ വിവിധ ടൈപ്പുകൾ എന്നും, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാറ്റർ. ദ്രവ്യം എന്താണ്, ദ്രവ്യം എത്ര തരമുണ്ട്, ഖരം, ദ്രാവകം, വാതകം, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഇങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എന്താണ് എന്നും മാറ്റർ എന്താണ് എന്നും അതുമായി ബന്ധപ്പെട്ട കുറച്ച് നിയമങ്ങളും, ഡാൾട്ടന്റെ അറ്റോമിക് തിയറി ഒക്കെ നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. ഡാൾട്ടന്റെ അറ്റോമിക സിദ്ധാന്തം ഒക്കെ നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. പിന്നെ 10ൽ പഠിച്ച വേറൊരു ടോപ്പിക്കാണ് മോൾ കൺസെപ്റ്റ്, ഇല്ലേ? ഓർമ്മയില്ലേ? ആ മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്കും ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. 10ൽ വളരെ കുറച്ച് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു. ഓക്കെ, ഇനി 2ാമത്തെ ചാപ്റ്ററാണ് സ്ട്രക്ചർ ഓഫ് ആറ്റം. ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഒരു ആറ്റത്തിന്റെ ഘടന എന്താണ്, ആറ്റത്തിന്റെ സ്ട്രക്ചർ എന്താണ്. എല്ലാ വസ്തുക്കളും ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റങ്ങൾ കൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാം. ഒരു ആറ്റത്തിനകത്ത് ഏതെങ്കിലും ഒരു വസ്തുവിന്റെ ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ ആ ആറ്റത്തിനകത്ത് പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഇലക്ട്രോണുകളും എന്നൊക്കെയുള്ള പാർട്ടിക്കിളുകൾ ഉണ്ട് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ ഓരോ പാർട്ടിക്കിളിന്റെയും സ്വഭാവം എന്താണ്, ഈ ഓരോ പാർട്ടിക്കിളുകളും ആരാണ് കണ്ടുപിടിച്ചത്, ഏത് പരീക്ഷണം വഴിയാണ് ഇവർ ഈ ഓരോ പാർട്ടിക്കിളുകളെ കണ്ടുപിടിച്ചത്, ഇതെല്ലാമാണ് നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഏത് പഠിക്കാനുള്ളത്, സ്ട്രക്ചർ ഓഫ് ആറ്റം പഠിക്കാനുള്ളത്. വിശദമായി പഠിക്കാനുണ്ട്. ഒരുപാട് കണക്കുകളും പ്രോബ്ലംസ് ഒക്കെ ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് എന്ന് പറയുന്നത് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്നത്. ഓക്കെ, അത് തന്നെ നിങ്ങൾ പറഞ്ഞു പേടിപ്പിക്കുന്നില്ല. ഈ ചാപ്റ്ററുകളെ ഒന്ന് ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 3ാമത്തെ ചാപ്റ്ററാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ്. ഈ ചാപ്റ്ററിൽ എന്താ പഠിക്കാനുള്ളത്? എലമെന്റുകളെ, പണ്ട് മുതലേ എലമെന്റുകളെ പറ്റിയുള്ള പഠനം തുടങ്ങിയിട്ടുണ്ട്. മൂലകങ്ങളെ പറ്റി, എലമെന്റുകളെ പറ്റിയുള്ള പഠനം പണ്ട് മുതലേ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആദ്യമായിട്ട് എലമെന്റുകളെ പറ്റി പഠനം തുടങ്ങിയത് ആരാണ്? ലാവോസിയർ എങ്ങനെയാണ് എലമെന്റുകളെ ക്ലാസിഫൈ ചെയ്തത് അല്ലെങ്കിൽ തരം തിരിച്ചത്? മെൻഡലേവിന്റെ പീരിയോഡിക് ടേബിൾ എന്താണ്? ഹെൻറി മോസ്ലിയുടെ പീരിയോഡിക് ടേബിൾ എന്താണ്? അല്ലെങ്കിൽ മോഡേൺ പീരിയോഡിക് ടേബിൾ, ആധുനിക പീരിയോഡിക് ടേബിൾ എന്താണ്? പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പ് എന്താണ്, പീരീഡ് എന്താണ് എന്നൊക്കെ നിങ്ങൾ 9ലും 10ലും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റിയുള്ള വിശദമായ ഒരു പഠനം. എന്താണ് അയോണീകരണ ഊർജം അല്ലെങ്കിൽ അയണൈസേഷൻ എനർജി, എന്താണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി, എന്താണ് ഇലക്ട്രോ പോസിറ്റിവിറ്റി, ഇതിനെല്ലാം പറ്റി വിശദമായിട്ട് പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ്. ഇനി നമുക്ക് പഠിക്കാനുള്ള 4ാമത്തെ ചാപ്റ്ററാണ് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ. കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ. ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, നിങ്ങൾ 9ാം ക്ലാസ് മുതൽ കെമിക്കൽ ബോണ്ടിങ് എന്താണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താണ് കെമിക്കൽ ബോണ്ട് അല്ലെങ്കിൽ രാസബന്ധനം എന്നൊക്കെ പറയുന്നത്? വാട്ടർ എന്ന് പറയുന്ന മോളിക്യൂൾ എടുക്കുന്നു, ഒരു ജലതന്മാത്ര എടുക്കുന്നു. വാട്ടർ ഉണ്ടാക്കിയിരിക്കുന്നത് 2 ഹൈഡ്രജനും 1 ഓക്സിജനും കൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയാം. കാരണം ഫോർമുല എന്താ? എല്ലാ കൊച്ചു കുട്ടികളും വാട്ടർ പൊട്ടിൽ വരെ H2O എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? വാട്ടറിന്റെ ഫോർമുല എന്താ? H2O. അപ്പോ 2 ഹൈഡ്രജനും 1 ഓക്സിജനും ചേർന്നാൽ മാത്രമേ ഒരു വാട്ടർ മോളിക്യൂൾ ആവത്തുള്ളൂ. എങ്ങനെയാണ് ഈ വാട്ടർ മോളിക്യൂൾ ഉണ്ടാവുന്നത്? എങ്ങനെയാണ് സോഡിയം ക്ലോറൈഡ് ഉണ്ടാവുന്നത്? ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നിങ്ങൾ 9ാം ക്ലാസ്സിൽ ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്റർ തന്നെയാണ് അവിടെയും പഠിച്ചത്. അത് അടിസ്ഥാനമാണ്. അത് വെച്ചുകൊണ്ട് അതിന് മുന്നോട്ട് പഠിച്ചു പോവുക. എന്താണ് ഓരോ മോളിക്യൂളുകളുടെ സ്ട്രക്ചർ, എന്താണ് ഓരോ മോളിക്യൂളുടെ സ്ഥിരത അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി എന്താണ്,
ഇതിനൊക്കെ പറ്റി വിശദമായ പഠനമാണ് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ എന്ന് പറഞ്ഞൊരു വലിയ ചാപ്റ്ററാണ്. ഏകദേശം ഒരു 20 to 30 പേജുകളുള്ള ഒരു ചാപ്റ്ററാണ് എന്ന് പറയുന്നത് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ. ഇനി നമ്മൾ അടുത്ത ചാപ്റ്റർ 5ാമത്തെ ചാപ്റ്ററിലേക്ക് പോവാണ്. 5ാമത്തെ ചാപ്റ്ററിന്റെ പേരെന്താണ്? സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. എന്താണ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ? സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന വാക്കിന് അർത്ഥം എന്താണ്? ദ്രവ്യത്തിന്റെ വിവിധ അവസ്ഥകൾ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാറ്റർ. നിങ്ങൾക്കറിയാം മാറ്റർ അല്ലെങ്കിൽ ദ്രവ്യം, അതിനെപ്പറ്റി വിശദമായിട്ട് നമ്മൾ ഇന്ന് പഠിക്കും. ഫസ്റ്റ് ചാപ്റ്ററിന്റെ തുടക്കം തന്നെ അതാണ്. അതുകൊണ്ട് അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഖരം, ദ്രാവകം, വാതകം, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്, കേട്ടിട്ടുള്ള പേരുകളാണ്. ഇതില് ദ്രാവകത്തിനെ പറ്റിയും വാതകത്തിനെ പറ്റിയും ലിക്വിഡിനെ പറ്റിയും ഗ്യാസിനെ പറ്റിയും വിശദമായിട്ട് പഠിക്കാനുള്ള ഒരു ചാപ്റ്ററാണ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. പക്ഷേ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ കണ്ടന്റ് ബേസ് കുറവാണ്, പഠിക്കാനുള്ള അളവ് എന്ന് പറയുന്നത് കുറവാണ്. കുറച്ച് നിയമങ്ങളാണ് അതിൽ പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ളത്. ബോയിൽ നിയമം, ചാൾസ് നിയമം, അവഗാഡ്രോസ് നിയമം, ഇങ്ങനെയുള്ള കുറെ നിയമങ്ങളാണ് ഏതിൽ പഠിക്കും. കുറെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കണക്കുകളും ഒക്കെ വരുന്നുണ്ട്. അതാണ് ഏത് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്? സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇനി അടുത്ത ചാപ്റ്ററാണ് എന്ന് പറയുന്നത് തെർമോ ഡൈനാമിക്സ്. 6ാമത്തെ ചാപ്റ്റർ, +1 കെമിസ്ട്രിയിൽ പഠിക്കാനുള്ള 6ാമത്തെ ചാപ്റ്ററാണ് തെർമോ ഡൈനാമിക്സ്. എന്താ തെർമോ ഡൈനാമിക്സ്? തെർമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് എന്നാണ്. ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ മോഷൻ എന്നാണ്. ഹീറ്റ് മൂവ്മെന്റിനെ പറ്റി പഠിക്കുന്നു. ഹീറ്റ് ഇൻ മോഷൻ എന്നാണ് തെർമോ ഡൈനാമിക്സ് എന്ന വാക്കിനർത്ഥം. ഹീറ്റ് ഇൻ മോഷൻ എന്നാണ് തെർമോ ഡൈനാമിക്സ് എന്ന വാക്കിനർത്ഥം. എന്താണ് ഹീറ്റ് ഇൻ മോഷൻ എന്നതോട് ഉദ്ദേശിക്കുന്നത്? ചൂട് ഒഴുകുന്നു, അല്ലെങ്കിൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹീറ്റ്, താപം ഒഴുകുന്നു. താപം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, ഹീറ്റ് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഫ്ലോ ചെയ്യുന്നു, ഒഴുകുന്നു. അതിന്റെ ഫലമായിട്ട് വരുന്ന മാറ്റങ്ങളെ പറ്റിയുള്ള പഠനമാണ് ഏതെന്ന് പറയുന്നത് തെർമോ ഡൈനാമിക്സ്. അപ്പൊ തെർമോ ഡൈനാമിക്സ് എന്ന് പറയുന്ന പാഠത്തിന് നമ്മൾ ഹീറ്റിനെ പറ്റിയും, ഹീറ്റ് എന്താണ് ഹീറ്റ്, എന്താണ് വർക്ക്, എന്താണ് എനർജി, ഇതിനെയൊക്കെ പറ്റിയുള്ള വിശദമായ പഠനമാണ് എന്ന് പറയുന്നത് തെർമോ ഡൈനാമിക്സ് എന്ന് പറയുന്നത്. അപ്പൊ തെർമോ ഡൈനാമിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഹീറ്റ് ഇൻ മോഷൻ എന്നാണ് ആ വാക്കിനർത്ഥം. വർക്കിനെ പറ്റിയും ഹീറ്റിനെ പറ്റിയും പഠിക്കുന്ന ഒരു ഏരിയയാണ് എന്ന് പറയുന്നത് നമ്മുടെ തെർമോ ഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 7ാമത് നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്ററാണ് ഇക്വിലിബ്രിയം, രാസസന്തുലനാവസ്ഥ എന്ന് മലയാളത്തിൽ പറയും. അത് ചില റിയാക്ഷനുകൾ, ഇപ്പോ എ ഗീവ്സ് ബി എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് എന്താ? എ എന്ന് പറയുന്ന വസ്തു ബി എന്ന് പറയുന്ന വസ്തുവായി മാറും. ചില റിയാക്ഷനുകളുണ്ട്. എ റിവേഴ്സിബിളി ഗീവ്സ് ബി. നിങ്ങൾ കേട്ടിട്ടുണ്ട് ഈ രീതിയിലുള്ള ഇക്വേഷൻ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, 10ൽ കണ്ടിട്ടുണ്ട് അല്ലെ? എന്താ ഈ ഇക്വേഷന്റെ അർത്ഥം? എ എന്ന് പറയുന്ന വസ്തു ബി എന്ന് പറയുന്ന വസ്തു ആവുന്നു, അതേസമയം ബി തിരിച്ചെന്തായി മാറുന്നു? എ ആയി മാറുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയാണ് നമുക്ക്, ഇങ്ങനെയുള്ള റിയാക്ഷനുകളെ നമ്മൾ വിളിക്കുന്ന പേര്. അതായത് എ എന്ന് പറയുന്ന വസ്തു ബി ആവുന്നു, ബി എന്ന് പറയുന്ന വസ്തു എ ആവുന്നു. റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ആൾക്കാരെ അഭികാരകങ്ങൾ അഥവാ റിയാക്റ്റന്റ് എന്നാണ് വിളിക്കുന്നത്. റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? റിയാക്റ്റന്റ്. റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ആളെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? റിയാക്റ്റന്റ്. ഇനി റിയാക്റ്റന്റുകൾ എന്തായി മാറുന്നു അതിനെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് പ്രോഡക്റ്റ്. അപ്പൊ റിയാക്റ്റന്റുകൾ പ്രോഡക്റ്റുകളാവുന്നു, എ ബി ആവുന്നു, ബി തിരിച്ചെന്താവുന്നു? എ ആവുന്നു. അപ്പൊ റിയാക്റ്റന്റുകൾ പ്രോഡക്റ്റ് ആവുകയും പ്രോഡക്റ്റ് തിരിച്ച് റിയാക്റ്റന്റ് ആയി മാറുകയും ചെയ്യുന്ന റിയാക്ഷനുകളുണ്ട്. അത്തരം റിയാക്ഷനുകളെ നമ്മൾ വിളിക്കുന്ന പേര് റിവേഴ്സിബിൾ റിയാക്ഷനുകൾ എന്നാണ്. ഉഭയദിശാ രാസപ്രവർത്തനങ്ങൾ എന്നാണ് പറയുന്നത്. അതിനെയൊക്കെ പറ്റി വിശദമായിട്ട് ഇപ്പോൾ നിങ്ങൾ അതിനെപ്പറ്റി ഒന്നും ബോധവേണ്ട. അതിനെപ്പറ്റി വിശദമായിട്ട് പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന പാഠം. ഇനി നമ്മൾ സെക്കൻഡ് ടെക്സ്റ്റിലേക്ക് വരിക, പാർട്ട് 2. അപ്പൊ നമ്മൾ 7 ചാപ്റ്ററുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എത്ര ചാപ്റ്ററുകളോട് നോക്കാനുണ്ട്? 7 ചാപ്റ്ററുകളോട് നോക്കാനുണ്ട് നമുക്ക്, അല്ലേ? 7 ചാപ്റ്റർ പാർട്ട് 2 അല്ലെങ്കിൽ സെക്കൻഡ് ടെക്സ്റ്റിൽ നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്ററുകൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് റിഡോക്സ് റിയാക്ഷൻ എന്നാണ്. നിരോക്സീകരണ രാസപ്രവർത്തനങ്ങൾ എന്നാണ്. റിഡോക്സ് റിയാക്ഷൻ എന്താണ്? റിഡോക്സ് റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ
നിങ്ങൾ കേട്ടിട്ടുണ്ട് ഓക്സീകരണം അല്ലെങ്കിൽ ഓക്സിഡേഷൻ, എന്താണ് റിഡക്ഷൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഓക്സീകരണം, നിരോക്സീകരണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇല്ലേ? ഓക്സിഡേഷൻ, റിഡക്ഷൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഇത്തരം റിയാക്ഷനുകൾ എന്താണ്? ഓക്സിഡേഷൻ എന്താണ്? ഓക്സീകരണം എന്താണ്? അല്ലെങ്കിൽ റിഡക്ഷൻ, നിരോക്സീകരണം എന്താണ്? ഇങ്ങനെയൊക്കെ ഉള്ള വാക്കുകളെ പറ്റി വിശദമായിട്ട് പഠിക്കുന്ന കെമിസ്ട്രിയുടെ ചാപ്റ്ററാണ് എന്ന് പറയുന്നത് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. അവിടെ നിങ്ങൾ പഠിക്കും അത് എങ്ങനെയാണ് ഒരു ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നത്, അതിനുള്ള റൂളുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ വിശദമായിട്ട് നിങ്ങൾ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കും. ഇനി അടുത്ത സെക്കൻഡ് ടെക്സ്റ്റിലെ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് കിടക്കുമ്പോൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾക്കുള്ളത് ഹൈഡ്രജൻ എന്ന് പറയുന്ന ആ ചാപ്റ്ററിന്റെ പേര് തന്നെ ഹൈഡ്രജൻ ആണ്. പീരിയോഡിക് ടേബിളിലെ ഒന്നാമത്തെ എലമെന്റ് ആണ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ. പീരിയോഡിക് ടേബിളിലെ ഒന്നാമത്തെ മൂലകം, അറ്റോമിക് നമ്പർ 1 ആയിട്ടുള്ള മൂലകം, യൂണിവേഴ്സിൽ ഏറ്റവും കൂടുതൽ, പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഹൈഡ്രജൻ ആണ്. അപ്പോൾ ഹൈഡ്രജനെ പറ്റിയുള്ള വിശദമായ പഠനമാണ്. ആ ചാപ്റ്ററിൽ മുഴുവൻ നിങ്ങൾക്ക് ഹൈഡ്രജനെ പറ്റി മാത്രമേ പഠിക്കാനുള്ളൂ. ഹൈഡ്രജനെ പറ്റിയുള്ള വിശദമായ പഠനം, ഹൈഡ്രജനെ പറ്റിയും വാട്ടറിനെ പറ്റിയും പഠിക്കുന്ന ചാപ്റ്ററാണ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ. അപ്പൊ ഹൈഡ്രജൻ എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾക്ക് എന്തിനൊക്കെ പറ്റി പഠിക്കാനുണ്ട്? ഹൈഡ്രജനെ പറ്റി പഠിക്കാനുണ്ട്. അതുപോലെ ഹൈഡ്രജൻ ഉണ്ടാക്കുന്ന ഒരു കോമ്പൗണ്ട് ആയ ഏതിനെ പറ്റി പഠിക്കാനുണ്ട്? വാട്ടറിനെ പറ്റിയും പഠിക്കാനുണ്ട്. ഇനി അടുത്തൊരു ടോപ്പിക് നിങ്ങൾക്ക് പഠിക്കാനുള്ള അടുത്ത ചാപ്റ്ററാണ് എസ് ബ്ലോക്ക് എലമെന്റ്സ്. എന്താണ് എസ് ബ്ലോക്ക് എലമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. എസ് ബ്ലോക്ക് എലമെന്റ് ഏതാണെന്ന് നിങ്ങൾ 10ാം ക്ലാസ്സിലൊക്കെ കേട്ടിട്ടുണ്ട്. പീരിയോഡിക് ടേബിൾ അതായത് നമുക്ക് അറിയാവുന്ന ഇപ്പൊ എത്ര എലമെന്റുകൾ, ഇപ്പൊ എത്ര മൂലകങ്ങളാണ് നിലവിലുള്ളത് നിങ്ങൾക്കറിയോ? ആകെ എത്ര എലമെന്റുകളെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്? 118 എലമെന്റുകളെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. 118 എലമെന്റുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. ഈ 118 എലമെന്റുകളെ 4 വ്യത്യസ്ത ബ്ലോക്കുകളായി തിരിക്കുന്നു. ഏതൊക്കെയാണ് ബ്ലോക്ക് എന്ന് നിങ്ങൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഏതൊക്കെയാണ്? എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്. അപ്പോ നിങ്ങൾക്ക് അറിയാവുന്നതും അറിഞ്ഞുകൂടാത്തതുമായിട്ടുള്ള എല്ലാ എലമെന്റുകളും ആകെ എത്ര എണ്ണമാണ്? 118 എണ്ണമാണ്. നമുക്ക് എല്ലാം ഒന്നും അറിയത്തില്ല അല്ലേ? അപ്പൊ ഈ 118 എലമെന്റുകളെ നമ്മൾ 4 വ്യത്യസ്ത വിഭാഗങ്ങളായി, ബ്ലോക്കുകളായിട്ടാണ് തിരിക്കുന്നത്. ഏതൊക്കെയാണ് ആ ബ്ലോക്കുകൾ? എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക് ആൻഡ് എഫ് ബ്ലോക്ക്. അതിനൊക്കെ പറ്റി വിശദമായിട്ടുള്ള പഠനമാണ് ഇനി നമ്മൾ ഉദ്ദേശിക്കുന്നത്. എസ് ബ്ലോക്ക് എന്നതിനെ പറ്റി CBSE കുട്ടികൾ ഇത് പഠിക്കാൻ സാധ്യതയില്ല. സ്റ്റേറ്റിൽ പഠിച്ചിട്ടുള്ള കുട്ടികൾ ഈ ബ്ലോക്ക് എന്താണെന്നൊക്കെ അവർക്ക് വ്യക്തമായിട്ട് അറിയാം. CBSE 10ാം ക്ലാസ്സിൽ പഠിക്കാനില്ലായിരുന്നു, പക്ഷെ സ്റ്റേറ്റ് 10ാം ക്ലാസ്സിലുണ്ട്. അപ്പൊ എസ് ബ്ലോക്ക് എലമെന്റുകൾ എന്ന് പറയാൻ ഇത്ര മാത്രം ഓർത്തുകൊടുക്കുക. ഫസ്റ്റ് ഗ്രൂപ്പിനെയും സെക്കൻഡ് ഗ്രൂപ്പിനെ എലമെന്റ്സിനെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? എസ് ബ്ലോക്ക് എലമെന്റ്സ്. ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സ് ആർ കളക്റ്റീവ്ലി കോൾഡ് ഏത് ബ്ലോക്ക് എലമെന്റ്സ്? എസ് ബ്ലോക്ക് എലമെന്റ്സ്. ഫസ്റ്റ് ഗ്രൂപ്പ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സ്. ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പിലെ എലമെന്റുകളാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എസ് ബ്ലോക്ക് എലമെന്റുകൾ എന്ന് വിളിക്കുന്നത്. അതിനെ പറ്റിയുള്ള വിശദമായ പഠനം. അത് മാത്രമല്ല എസ് ബ്ലോക്ക് എലമെന്റുകൾ ഉണ്ടാക്കുന്ന ചില കോമ്പൗണ്ടുകളുണ്ട്. സോഡിയം കാർബണേറ്റ് എസ് ബ്ലോക്കിലെ ഒരു എലമെന്റ് ആണ് സോഡിയം. സോഡിയം ഉണ്ടാക്കുന്ന ഒരു കോമ്പൗണ്ട് ആണ് എന്ന് പറയുന്നത് സോഡിയം കാർബണേറ്റ്. അതേപോലെ തന്നെ സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് CaOH ടോയ്സ്, കാൽഷ്യം കാർബണേറ്റ് CaCO3 തുടങ്ങിയ എലമെന്റുകൾ അല്ലെങ്കിൽ തുടങ്ങിയ ഇത്രയും കോമ്പൗണ്ടുകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഇത് എവിടെ നിന്ന്, എങ്ങനെയാണ് ഇതിന്റെ ഒറിജിൻ, എങ്ങനെയാണ് ഇത് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, ഇതിനെങ്ങനെ നമുക്ക് ലാബോറട്ടറിയിൽ പ്രിപ്പയർ ചെയ്ത് ഇതിന്റെ സ്വഭാവങ്ങൾ എന്താണ്, ഇതിന്റെ ഇത് കാണിക്കുന്ന കെമിക്കൽ റിയാക്ഷനുകൾ എന്താണ്, ഇതിനൊക്കെ പറ്റി വിശദമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള ചാപ്റ്ററാണ് എന്ന് പറയുന്നത് എസ് ബ്ലോക്ക് എലമെന്റ്സ്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പിലെ എലമെന്റുകളെ പറ്റിയാണ്. 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പിലെ എലമെന്റുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് പി ബ്ലോക്ക് എലമെന്റ്സ്. അപ്പൊ പി ബ്ലോക്ക് എലമെന്റുകളെ പറ്റിയുള്ള പഠനമാണ്. 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പിലെ എലമെന്റുകളെ പറ്റി ഉള്ള ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ. 13 മുതൽ 18 വരെ ഗ്രൂപ്പിലുള്ള എലമെന്റുകളാണ് പി ബ്ലോക്ക് എന്ന് വിളിക്കുന്നത്. പക്ഷെ നമുക്ക് ഈ ചാപ്റ്ററിൽ 13ാമത്തെ ഗ്രൂപ്പും 14ാമത്തെ ഗ്രൂപ്പും മാത്രമേ പഠിക്കാനുള്ളൂ. ബാക്കി 15, 16, 17, 18 ഇത്രയും ഗ്രൂപ്പുകൾ അടുത്ത വർഷം +2ലാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ +1ൽ പഠിക്കാനുള്ളത് 2 ഗ്രൂപ്പുകളെ പറ്റി മാത്രം, 13ാമത്തെ ഗ്രൂപ്പിനെ പറ്റിയും 14ാമത്തെ ഗ്രൂപ്പിനെ പറ്റിയും മാത്രമേ പഠിക്കാനുള്ളൂ. 13ാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏതാണ് 13ാമത്തെ ഗ്രൂപ്പ്? ബോറോൺ ഫാമിലി.
13ാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ബോറോൺ കുടുംബം അല്ലെങ്കിൽ ബോറോൺ ഫാമിലി എന്ന് പറയും. ബോറോൺ ഫാമിലിയെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ 14ാമത്തെ ഗ്രൂപ്പ് ഏതാണ്? കാർബൺ ഫാമിലി അല്ലെങ്കിൽ കാർബൺ കുടുംബം എന്ന് പറയും. അപ്പോൾ ബോറോൺ ഫാമിലിയെ പറ്റിയും കാർബൺ ഫാമിലിയെ പറ്റിയും മാത്രം പഠിക്കുന്ന ചാപ്റ്റർ ആണ് എന്ന് പറയുന്നത് പി ബ്ലോക്ക് എലമെന്റ്സ് അല്ലെങ്കിൽ പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ അല്ലേ? ഇനി നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോവുകയാണ്. വളരെ രസകരമായിട്ടുള്ള ചാപ്റ്ററാണ് അടുത്തത്. നിങ്ങൾക്ക് എല്ലാം അറിയാം, ഓർഗാനിക് കെമിസ്ട്രി. എല്ലാ കുട്ടികൾക്കും ബുദ്ധിമുട്ട് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്, ഒരു സെക്ഷനാണ് എന്ന് പറയുന്നത് ഓർഗാനിക് കെമിസ്ട്രി. അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ്, ഇതാണ് നമ്മുടെ 12ാമത്തെ ചാപ്റ്റർ. ഓർഗാനിക് കെമിസ്ട്രി സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ്. ഈ പേര് തന്നെ പറയുന്നുണ്ട്, ഓർഗാനിക് കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് എല്ലാ കോമ്പൗണ്ടുകളുടെയും പേരുകൾ, ഒരുവിധമുള്ള ബേസിക് ആയിട്ടുള്ള എല്ലാ ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്ന കോമ്പൗണ്ടുകളുടെയും പേരുകൾ, ആൽക്കൈനുകൾ, ആൽക്കൈനുകൾ തുടങ്ങിയ കോമ്പൗണ്ടുകളുടെ നെയിം ചെയ്യുന്ന രീതി, IUPAC നെയിമിംഗ് എല്ലാം നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാനുണ്ട്. അതുപോലെ അതുമായി ബന്ധപ്പെട്ട് സം ബേസിക് പ്രിൻസിപ്പിൾസ്, കുറച്ച് അടിസ്ഥാന കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് ടെക്നിക്കുകൾ, ഈ എങ്ങനെയാണ് നമ്മൾ കുറെ മെത്തേഡുകൾ പഠിക്കണം. ഒരു എലമെന്റിനെ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ അതിനെ അനലൈസ് ചെയ്ത്, ഇതിൽ സൾഫർ ഉണ്ടോ, ഒരു കോമ്പൗണ്ട് നിങ്ങൾക്ക് തന്നിട്ട്, ഒരു വസ്തു നിങ്ങൾക്ക് തന്നിട്ട് ചോദിക്കുകയാണ്, ഒരു സബ്സ്റ്റൻസ് നിങ്ങൾക്ക് തന്നിട്ട് ചോദിക്കുകയാണ്, ഇതിൽ ക്ലോറിൻ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറയണം, അല്ലെങ്കിൽ നൈട്രജൻ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറയണം, അല്ലെങ്കിൽ സൾഫർ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറയണം. ഇങ്ങനെ എലമെന്റുകൾ, ഡിഫറെന്റ് എലമെന്റുകളെ കണ്ടുപിടിക്കാനുള്ള ഒരുപാട് മെത്തേഡുകളുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിക്കാനുള്ള, എല്ലാ ബേസിക് ആയിട്ടുള്ള ഫാക്ടുകളും പഠിക്കാനുള്ള ചാപ്റ്ററാണ് എന്ന് പറയുന്നത് ഓർഗാനിക് കെമിസ്ട്രി സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ്. ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ള ഏതിനെ പറ്റിയാണ്? ഹൈഡ്രോ കാർബണുകളെ പറ്റിയാണ്. എന്താണ് ഹൈഡ്രോ കാർബൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഹൈഡ്രോ കാർബൺ എന്ന് വെച്ചാൽ ഹൈഡ്രജനും കാർബണും അടങ്ങിയ ഓർഗാനിക് കോമ്പൗണ്ടുകളാണ് നമ്മൾ ഹൈഡ്രോ കാർബൺ എന്ന് വിളിക്കുന്നത്. ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് ഓർഗാനിക് കെമിസ്ട്രി സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന ആശയങ്ങളെല്ലാം പഠിക്കും. ഇനി ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് എന്തിനെ പറ്റിയാണ് പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രജനും കാർബണും അടങ്ങിയ ഓർഗാനിക് കോമ്പൗണ്ട്. അതായത് പ്രധാനമായിട്ടും ഇതിൽ പഠിക്കാനുള്ളത് ആൽക്കൈനുകളെ പറ്റി പഠിക്കാനുണ്ട്, ആൽക്കീനുകളെ പറ്റി പഠിക്കാനുണ്ട്, ആൽക്കൈനുകളെ പറ്റി പഠിക്കാനുണ്ട്. അപ്പൊ ആൽക്കൈനുകളെ പറ്റി, ആൽക്കൈനുകളെ പറ്റി പഠിക്കാനുണ്ട്. അതേപോലെ ആരോമാറ്റിക് ഹൈഡ്രോ കാർബണുകളെ പറ്റി പഠിക്കാനുണ്ട്, പഠിക്കാനുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളെ പറ്റി പഠിക്കാനുള്ള കെമിസ്ട്രിയുടെ ചാപ്റ്ററാണ് എന്ന് പറയുന്നത് ഹൈഡ്രോ കാർബൺ. ഹൈഡ്രജനും കാർബണും അടങ്ങിയ ഓർഗാനിക് കോമ്പൗണ്ടുകളെ പറ്റിയല്ല, ആൽക്കൈനുകൾ, ആൽക്കൈനുകൾ, ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺ അല്ലെങ്കിൽ ബെൻസീൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് അടങ്ങിയ വസ്തുക്കൾ, ഇതിനെല്ലാം പറ്റി പഠിക്കുന്ന കെമിസ്ട്രിയുടെ ചാപ്റ്ററാണ് എന്ന് പറയുന്നത് ഹൈഡ്രോ കാർബൺസ്. ഇനി ഏറ്റവും ലാസ്റ്റത്തെ ചാപ്റ്റർ 14ാമത്തെ ചാപ്റ്ററാണ് എന്ന് പറയുന്നത് എൻവയറമെന്റൽ കെമിസ്ട്രി. എൻവയറമെന്റൽ കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഇതിൽ നിങ്ങൾക്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊല്യൂഷനെ പറ്റി, മലിനീകരണത്തെ പറ്റി പഠിക്കുന്നുണ്ട്. പൊല്യൂഷൻ എന്താണ്? പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ എന്താണ്, വാട്ടർ പൊല്യൂഷൻ എന്താണ്, സോയിൽ പൊല്യൂഷൻ എന്താണ്, ഗ്രീൻ കെമിസ്ട്രി എന്താണ്. ഗ്രീൻ കെമിസ്ട്രി എന്താണെന്നൊക്കെ നമ്മൾ 10ൽ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഇനി അതിനെപ്പറ്റി നമ്മൾ വിശദമായിട്ട് ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കും. ഗ്രീൻ കെമിസ്ട്രി എന്താണ്, ഇതിനെപ്പറ്റി പഠിക്കുന്നതാണ് എന്ന് പറയുന്നത് 14ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ചാപ്റ്ററുകളെ പറ്റിയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. ഓക്കെ, നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രിയിലെ ആദ്യത്തെ ചാപ്റ്ററാണ്. ഇത് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയിരിക്കും. ചാപ്റ്റർ എന്താണ്, അതിന്റെ കുറച്ച് ബേസിക് ആദ്യത്തെ കുറച്ച് ടോപ്പിക് മാത്രമേ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യത്തുള്ളൂ. ഇപ്പൊ ചാപ്റ്ററിന്റെ പേരെന്തായിരുന്നു? ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേരെന്താണ്? സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് മാറ്റർ എന്താണെന്നാണ് പഠിക്കുന്നത്. മാറ്റർ എന്താണ്? മാറ്റർ ദ്രവ്യം എന്ന് മലയാളത്തിൽ പറയും. എന്താണ് മാറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇരിക്കാൻ, അല്ലെങ്കിൽ എന്താണ് ദ്രവ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇരിക്കാൻ സ്ഥലം ആവശ്യമായിട്ടുള്ള ഭാരമുള്ള എല്ലാ വസ്തുക്കളെയും നമ്മൾ വിളിക്കുന്ന പേരാണ് മാറ്റർ. എന്നൂടെ പറയാം, ഇരിക്കാൻ സ്പേസ് ആവശ്യമായിട്ടുള്ള, സ്ഥലം ആവശ്യമായിട്ടുള്ള, ഭാരമുള്ള ഈ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളെയും നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ന് പറയുന്നത് മാറ്റർ. മാറ്റർ ഈസ് എനിത്തിങ്. എന്താ പറഞ്ഞത്? മാറ്റർ ഈസ് എനിത്തിങ്
which has definite mass and need space to occupy. ഒന്നും കൂടെ പറയാം. Matter is anything which has mass and need space to occupy. For example, ഈ ഒരു പേന നമ്മൾ കാണും. ഈ ഒരു പേന എന്ന് പറയുന്നതിന് മാസ് കുറവാണെങ്കിലും ഇതിന് ഭാരം കുറവാണെങ്കിലും ഇതിന് എന്തുണ്ട്? ഭാരമുണ്ട്. അത് മാത്രമല്ല, ഇതിനെ ഞാൻ എൻ്റെ കയ്യിലേക്ക് വയ്ക്കുകയാണ്. അപ്പൊ ഇതിന് ഇത്ര സ്ഥലമെങ്കിലും വേണം അല്ലേ ഇതിന് ഇരിക്കാനായിട്ട്. അപ്പൊ ഇതിനൊരു ഡെഫിനറ്റ് സ്പേസ് ഇതിന് ആവശ്യമാണ്. അതേപോലെ ഇതിനൊരു വ്യക്തമായ ഭാരവുമുണ്ട്. അപ്പൊ ഒരു ഡെഫിനറ്റ് മാസും ഇരിക്കാൻ സ്പേസ് ആവശ്യവുമായിട്ടുള്ള എല്ലാ വസ്തുക്കളെയും നമ്മൾ വിളിക്കുന്ന പേരാണ് മാറ്റർ. നമുക്ക് ചിലപ്പോൾ അതിനെ കണ്ടു മനസ്സിലാക്കാൻ കഴിയും, ചിലപ്പോൾ അതിനെ തൊട്ട് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ സെൻസസ് വഴി നമുക്ക് തിരിച്ചറിയാൻ കഴിയും ഏതിനെ? മാറ്ററിനെ. അതാണ് എഴുതിയിരിക്കുന്നത്. എന്താ നോക്കൂ നിങ്ങൾ. മാറ്റർ ഈസ് എനിത്തിങ് occupies. Matter is anything occupies. Matter is anything that occupies space. ഇരിക്കാൻ സ്ഥലം ആവശ്യമായിട്ടുള്ള മാസ് ഉള്ള എല്ലാ വസ്തുക്കളെയും നമ്മൾ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് മാറ്റർ എന്ന് പറയും. മാറ്ററിനെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? ക്യാൻ ബി ഫെൽറ്റ് ബൈ വൺ ഓർ മോർ ഓഫ് അവർ സെൻസസ്. ഇപ്പൊ നമ്മൾ എയർ ആണെങ്കിൽ നമ്മൾ സ്മെൽ ചെയ്ത് മനസ്സിലാക്കുന്നു അല്ലേ? നമ്മൾ ഈ ഒരു പേനയാണെങ്കിൽ നമ്മൾ അതിനെ ടച്ച് ചെയ്ത് മനസ്സിലാക്കുന്നു. അപ്പൊ നമുക്ക് ചുറ്റുമുള്ള ഭാരമുള്ള എല്ലാ വസ്തുക്കളെയും നമ്മൾ വിളിക്കുന്ന പേരാണ് മാറ്റർ. മാറ്റർ ഈസ് എനിത്തിങ് ദാറ്റ് ഓക്കുപൈസ് മാസ് ആൻഡ് പൊസസ് മാസ്. പൊസസ് അത് കാണിക്കുന്നു. പൊസസ് മാസ് ആൻഡ് ക്യാൻ ബി ഫെൽറ്റ് വൺ ഓർ മോർ ഓഫ് അവർ സെൻസസ്. ഇതെല്ലാം നിങ്ങൾ കാണുന്ന ഈ ചിത്രങ്ങളിലെല്ലാം ഉൾപ്പെടുന്നത് എന്താണ്? മാറ്റർ, ദ്രവ്യമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ? അപ്പൊ ദ്രവ്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെവൻ ടൈപ്സ് ഓഫ് മാറ്റർ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. 7 ടൈപ്സ് ഓഫ് മാറ്റർ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾക്ക് ചുറ്റുമുള്ള മാറ്ററിനെ നമുക്ക് എത്ര ടൈപ്പായിട്ട് തിരിക്കാൻ കഴിയും? 7 ഡിഫറെന്റ് ടൈപ്പായിട്ട് നിങ്ങൾക്ക് തിരിക്കാൻ കഴിയും. നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾക്ക് ചുറ്റുമുള്ള മാറ്ററിനെ നിങ്ങൾക്ക് എത്ര ടൈപ്പായിട്ട് തിരിക്കാൻ കഴിയും? 7 ഡിഫറെന്റ്. പക്ഷെ നിങ്ങൾ ആരെയും ചോദിച്ചാൽ ഉത്തരം പറയുന്നത് എന്താ? 3 ഡിഫറെന്റ് ടൈപ്സ് ആയിട്ട് തിരിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അങ്ങനെയല്ല, 7 ഡിഫറെന്റ് ടൈപ്സ് ആയിട്ട് നിങ്ങൾക്ക് തിരിക്കാൻ കഴിയും. ഏതൊക്കെയാണ്? സോളിഡ്സ്, ഖരങ്ങൾ, ഖരം എന്ന് പറയുന്ന അവസ്ഥ സോളിഡ്സ്. ലിക്വിഡ്, എന്താണ് ലിക്വിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ്രാവകാവസ്ഥ, ദ്രാവകം അല്ലെങ്കിൽ ലിക്വിഡ്. ദെൻ ഗ്യാസസ്, വാതകാവസ്ഥ. ദെൻ പ്ലാസ്മ. പ്ലാസ്മ നിങ്ങൾ കേട്ടിട്ടില്ല, പ്ലാസ്മ വരെ കേട്ടിട്ടുണ്ട്. അടുത്ത 3 നിങ്ങൾ കേട്ട് കാണാൻ സാധ്യതയില്ല. അടുത്ത 3 ടൈപ്പ് ഓഫ് മാറ്റർ ഏതൊക്കെയാണ്? ബോസ് അയൺസ്റ്റീൻ കണ്ടൻസേറ്റ്. ബോസ് അയൺസ്റ്റീൻ കണ്ടൻസേറ്റ്. അടുത്ത അവസ്ഥ ഏതാണ്? മാറ്ററിന്റെ ദ്രവ്യത്തിന്റെ അടുത്ത രൂപം ഏതാണ്? അടുത്ത രൂപം ഫെർമിയോണിക് കണ്ടൻസേറ്റ്. ഏതാണ്? ഫെർമിയോണിക് കണ്ടൻസേറ്റ്. മാറ്ററിന്റെ ഏറ്റവും ലാസ്റ്റ് ഫോം ഏതാണ്? സൂപ്പർ ഫ്ലൂയിഡ്. സൂപ്പർ ഫ്ലൂയിഡ്. ഒന്നുകൂടെ പറയാം. മാറ്റർ എത്ര ടൈപ്പ് ഉണ്ട്? ദ്രവ്യം എത്ര ടൈപ്പ് ഉണ്ട്? 7 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? സോളിഡ്, ലിക്വിഡ്, സോളിഡ്സ്, ലിക്വിഡ്സ്, ഗ്യാസസ്, പ്ലാസ്മ, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ് ആൻഡ് സൂപ്പർ ഫ്ലൂയിഡ്. ഇനി നിങ്ങൾ ഓർക്കേണ്ടത്, നിങ്ങൾക്ക് ഇതിൽ 7 രൂപങ്ങളിൽ വെച്ച് പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മാറ്ററിന്റെ രൂപം ഏത്? ചോദ്യം മനസ്സിലായല്ലോ. ഈ 7 രൂപങ്ങളിൽ വെച്ച് 7 മാറ്ററിന്റെ അവസ്ഥകളിൽ വെച്ച് പ്രകൃതിയിൽ കാണുന്ന മാറ്ററിന്റെ ഏറ്റവും കൂടുതൽ അളവ് ഏതവസ്ഥയിലാണ് കാണപ്പെടുന്നത്? ഏതവസ്ഥയാണ്? സോളിഡ് ആണോ? നിങ്ങൾ മിക്ക പേരും ഉത്തരം പറയുന്ന ഏതെന്നാണ്? സോളിഡ് എന്നാണ്. കുറെ പേര് ഉത്തരം പറയും ഗ്യാസ് എന്നാണ്. രണ്ടും തെറ്റായുള്ള ഉത്തരമാണ്. ഉത്തരം ഏതാണ്? പ്ലാസ്മ എന്ന അവസ്ഥയാണ്. പ്ലാസ്മ എന്ന് പറയുന്ന അവസ്ഥയിലാണ് ഈ യൂണിവേഴ്സിലുള്ള 99% മാറ്ററിന്റെ ഭാഗവും കാണപ്പെടുന്നത്. സൂര്യനിലും നക്ഷത്രങ്ങളിലും മാറ്റർ കാണപ്പെടുന്ന അവസ്ഥ ഏതെന്ന് ചോദിച്ചാലും ഉത്തരം എന്താണ്? പ്ലാസ്മയാണ്. സൂര്യനിലും നക്ഷത്രങ്ങളിലും മാറ്റർ കാണപ്പെടുന്ന അവസ്ഥ, സ്റ്റേറ്റ് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം എന്തെന്ന് പറയണം? പ്ലാസ്മ എന്ന് പറയണം.
അവസാനത്തെ 3 അവസ്ഥകൾ ഏതൊക്കെയാണ്? അവസാനത്തെ 3 അവസ്ഥകൾ ഞാൻ പറഞ്ഞത് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, സൂപ്പർ ഫ്ലൂയിഡ്. ഈ 3 അവസ്ഥകൾ ലബോറട്ടറികളിൽ കൃത്രിമമായി ഉണ്ടാക്കാൻ കഴിയുന്ന അവസ്ഥകളാണ്. അപ്പോ ലാസ്റ്റ് 3 ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്? ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, സൂപ്പർ ഫ്ലൂയിഡ്. ഈ 3 അവസ്ഥകൾ ലബോറട്ടറിയിൽ കൃത്രിമമായി ഉണ്ടാക്കാൻ കഴിയുന്ന ആർട്ടിഫിഷ്യൽ സ്റ്റേറ്റ്സ് ആണ് എന്ന് നമുക്ക് പറയാം. ലബോറട്ടറികളിൽ പ്രഷർ, ടെമ്പറേച്ചർ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന, കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന മാറ്ററിന്റെ 3 രൂപങ്ങളാണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, സൂപ്പർ ഫ്ലൂയിഡും. ഇത് നമുക്ക് പഠിക്കാനില്ല. പ്ലാസ്മയെ പറ്റിയും നമുക്ക് പഠിക്കാനില്ല. നമുക്ക് പഠിക്കാനുള്ളത് ഏത് 3 അവസ്ഥകളെ പറ്റി മാത്രമാണ്? സോളിഡുകളെയും ലിക്വിഡുകളെയും ഗ്യാസുകളെയും പറ്റി മാത്രമാണ്. അതില് നമുക്ക് നോക്കാം എന്താണ് ഇതിനെ പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ. ആദ്യം നമുക്ക് നോക്കാം എന്താണ് സോളിഡ്സ്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഈ 3 രൂപങ്ങളെ പറ്റി പഠിക്കാനുള്ളൂ. ഇതില് വ്യക്തമായൊരു ഷേപ്പും മാസും ഒക്കെ ഉള്ള മാറ്ററിന്റെ രൂപം ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം ഏത് പറയണം? സോളിഡ് എന്ന് പറയണം. അപ്പൊ ഈ ഒരു പേന നിങ്ങൾ കാണുന്നു. ഈ ഒരു പേന ഏതവസ്ഥയിലാണ്? സോളിഡ് അവസ്ഥയിലാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയും വ്യക്തമായൊരു ഷേപ്പ് ഇതിനുണ്ട്, അതുപോലെ വ്യക്തമായൊരു ഭാരവും ഉണ്ട്. വ്യക്തമായ ഷേപ്പും ഭാരവും വോളിയവും ഒക്കെ ഉള്ള വോളിയം. എന്താണ് വോളിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ? വാട്ട് ഈസ് വോളിയം? വ്യാപ്തം എന്ന് പറയും. ഇരിക്കാൻ ആവശ്യമായ സ്പേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് വോളിയം. അപ്പൊ ഇതിനിരിക്കാൻ, ഇത് ഇപ്പൊ എന്റെ കയ്യിൽ മുകളിൽ വെച്ചാൽ ഇത്ര സ്പേസ് ഇതിന് ആവശ്യമുള്ളൂ. ഇതിനെ ഒരു മേശയുടെ പുറത്തെടുത്ത് വെച്ചാലും അത്ര തന്നെ സ്പേസ് അതിന് ഇരിക്കാൻ ആവശ്യമുണ്ട്. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു കൃത്യമായ വ്യാപ്തമുള്ള, വോളിയമുള്ള, കൃത്യമായ ഷേപ്പുള്ള, വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുക്കളാണ് എന്ന് പറയുന്നത് സോളിഡ് എന്ന് പറയുന്നത്. ലിക്വിഡ്, ഒരു ബീക്കറിൽ നിങ്ങൾ കുറച്ച് ലിക്വിഡ് എടുക്കുന്നു. അതേ വെള്ളത്തിനെ നിങ്ങൾ ഒരു ബക്കറ്റിൽ ഒഴിക്കുന്നു. അതിനെ എല്ലാത്തിനും അതേ വെള്ളത്തിന് നിങ്ങൾ വേറൊരു ജാറിൽ ഒഴിക്കുന്നു. ഈ ഒരേ വെള്ളം തന്നെയാണ് 3 സ്ഥലങ്ങളിൽ നിങ്ങൾ ഒഴിച്ചത്, പക്ഷെ 3നും ഒരേ ആകൃതിയാണുള്ളത്? ഇല്ല, വ്യക്തമായ ഷേപ്പ് ഇല്ല ആർക്ക്? ലിക്വിഡുകൾക്ക്. അപ്പൊ ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പ് ഇല്ലാത്ത വസ്തുവാണ് ആരൊക്കെ? ലിക്വിഡുകളും ഗ്യാസുകളും. ലിക്വിഡിനും ഗ്യാസിനും വ്യക്തമായ ഒരു ഷേപ്പ് ഇല്ല. വ്യക്തമായ ഷേപ്പ് ഉള്ളത് ആർക്ക് മാത്രമേ ഉള്ളൂ? സോളിഡ് വസ്തുക്കൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിനെ പറ്റിയാണ് നമുക്ക് ഇനി വിശദമായിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ സോളിഡിനെയും ലിക്വിഡിനെയും ഗ്യാസിനെയും പറ്റി നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ഇതിന്റെ ക്ലാസിഫിക്കേഷൻ, നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം പഠിക്കാനുള്ളത് ഓക്കെ. നമ്മൾ ഇതിനെപ്പറ്റി വിശദമായി പഠിക്കാനുണ്ട്. നമുക്ക് ഏതിനെ പറ്റി പഠിക്കാനുണ്ട്? സോളിഡിനെ പറ്റി പഠിക്കാനുണ്ട്, അതേപോലെ സോളിഡിനെ പറ്റി പഠിക്കാനുണ്ട്, അതേപോലെ ഏതിനെ പറ്റി പഠിക്കാനുണ്ട്? ലിക്വിഡിനെ പറ്റി പഠിക്കാനുണ്ട്, അതേപോലെ ഏതിനെ പറ്റി പഠിക്കാനുണ്ട്? ഗ്യാസസിനെ പറ്റി നമ്മൾ പഠിക്കണം. ഓക്കെ. ഖരാവസ്ഥ, ദ്രാവകാവസ്ഥ, വാതകാവസ്ഥ. നമുക്ക് നോക്കാം ഇതിനെപ്പറ്റി. സോളിഡിനെ പറ്റി പഠിക്കാനായിട്ട് ഞാനൊരു ബീക്കറിനകത്ത് എന്തെടുത്തു? ഒരു സോളിഡ് വസ്തു, ഒരു കല്ലെടുത്ത് വെച്ചു. ഒരു ബീക്കറിനകത്ത് ഞാനൊരു കല്ലെടുത്ത് വെച്ചിട്ട് അതിനെ ഞാൻ മൈക്രോസ്കോപ്പിൽ കൂടി നോക്കി. സോളിഡിനെ പറ്റി വിശദമായി പഠിക്കാനായിട്ട് ഞാൻ എന്താ ചെയ്തത്? ഞാൻ ഒരു ബീക്കറെടുത്ത് അതിനകത്ത് ഒരു കല്ലെടുത്ത് വെച്ചിട്ട് ഞാൻ അതിനെ മൈക്രോസ്കോപ്പിൽ കൂടി നിരീക്ഷിച്ചു. മൈക്രോസ്കോപ്പിൽ കൂടി നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് എന്താ? നമുക്ക് കണ്ണുകൊണ്ട് പോലും കാണാൻ കഴിയാത്ത വസ്തുക്കളെ നമുക്ക് ഏതുകൊണ്ട് കാണാൻ കഴിയും? മൈക്രോസ്കോപ്പ് കൊണ്ട് കാണാൻ കഴിയും. അപ്പോൾ ഒരു ബീക്കറിൽ സോളിഡ് എടുത്ത് വെച്ചിട്ട് നമ്മൾ മൈക്രോസ്കോപ്പ് വഴി നോക്കിയപ്പോൾ നമ്മൾ കണ്ട കാഴ്ച ഇങ്ങനെയാണ്. എന്താ ഇതിന്റെ മീനിങ്? ആ സോളിഡ് ഉണ്ടാക്കിയിരിക്കുന്നത് കുറേയധികം കുഞ്ഞു പാർട്ടിക്കിളുകൾ കൊണ്ടാണ്. നമുക്കതിനെ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. ഏതുകൊണ്ട് മാത്രമേ കാണാൻ കഴിയത്തുള്ളൂ? മൈക്രോസ്കോപ്പ് വഴി മാത്രമേ കാണാൻ കഴിയത്തുള്ളൂ. ഞാൻ ലിക്വിഡിനെ പറ്റി പഠിക്കാനായിട്ട് ഞാനൊരു ബീക്കറിനകത്ത് കുറച്ച് വെള്ളം എടുത്തു. ഒരു തുള്ളി 1-2 ഡ്രോപ്പ് വെള്ളം എടുത്തു, വാട്ടർ എടുത്തു. എന്നിട്ട് ഞാൻ അതിനെയും ഏതിൽ കൂടി നിരീക്ഷിച്ചു? മൈക്രോസ്കോപ്പിൽ കൂടി നിരീക്ഷിച്ചു. അപ്പോൾ ഞാൻ കണ്ട കാഴ്ച ഇങ്ങനെയാണ്. അപ്പോൾ ലിക്വിഡിനകത്തും നമ്മൾക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത, മൈക്രോസ്കോപ്പ് വഴി കൊണ്ട് മാത്രം കാണാൻ കഴിയുന്ന കുറേയധികം പാർട്ടിക്കിളുകൾ ഉണ്ടെന്ന് മനസ്സിലായി. ഇനി ഞാൻ വേറൊരു കണ്ടെയ്നറിനകത്ത് ഞാൻ ഗ്യാസ് എടുത്തു. ഗ്യാസ് എടുത്തു.
ഗ്യാസ് എടുത്തിട്ട് ഒരു നൈട്രജൻ ഗ്യാസോ ഓക്സിജനോ ഏതെങ്കിലും ഒരു വാതകം എടുക്കുക, നൈട്രജൻ വാതകമോ ഓക്സിജൻ വാതകമോ ഏതെങ്കിലും എടുക്കുക. അതിനെ ഞാൻ മൈക്രോസ്കോപ്പിൽ കൂടി നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഇങ്ങനെയാണ്. അപ്പൊ ഈ മൂന്ന് വസ്തുക്കളും ഉണ്ടാക്കിയിരിക്കുന്നത്, സോളിഡ് ആയാലും ലിക്വിഡ് ആയാലും ഗ്യാസ് ആയാലും, ഈ മൂന്ന് ഫിസിക്കൽ സ്റ്റേറ്റുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് കുറെ ചെറിയ കണികകൾ കൊണ്ടാണ്, ചെറിയ പാർട്ടിക്കിളുകൾ കൊണ്ടാണ്. അവയെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. ഏതുകൊണ്ട് മാത്രമേ കാണാൻ കഴിയത്തുള്ളൂ? മൈക്രോസ്കോപ്പ് വഴി മാത്രമേ കാണാൻ കഴിയത്തുള്ളൂ. അവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോളിക്യൂളുകൾ. അവയെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? മോളിക്യൂളുകൾ അഥവാ തന്മാത്രകൾ. അപ്പൊ മോളിക്യൂളുകൾ അഥവാ തന്മാത്രകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോളിഡും ലിക്വിഡും ഗ്യാസും നിങ്ങൾക്കറിയാവുന്ന, നിങ്ങൾക്ക് പരിചയമുള്ള ഫിസിക്കൽ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ അതുണ്ടാക്കിയിരിക്കുന്ന കുറെ കുഞ്ഞു കുഞ്ഞു പാർട്ടിക്കിളുകളെ, നമ്മൾ ഒരേപോലെയുള്ള ഒരേ പ്രോപ്പർട്ടീസ് ഉള്ള കുഞ്ഞു കുഞ്ഞു പാർട്ടിക്കിളുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? മോളിക്യൂളുകൾ അഥവാ തന്മാത്രകൾ എന്ന് വിളിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഇതിലെ മൂന്നിലെയും പാർട്ടിക്കിളുകൾ അല്ലെങ്കിൽ മോളിക്യൂളുകൾ അല്ലെങ്കിൽ തന്മാത്രകളുടെ ക്രമീകരണം അല്ലെങ്കിൽ അറേഞ്ച്മെന്റ് ഒരുപോലെയാണോ? അല്ല. ഇവിടെ നോക്കൂ, ഈ പാർട്ടിക്കിൾ, ആദ്യത്തെ പാർട്ടിക്കിൾ രണ്ടാമത്തെ പാർട്ടിക്കിളുമായി ടച്ച് ചെയ്തിരിക്കുന്നു, രണ്ടാമത്തത് മൂന്നാമത്തതുമായി ടച്ച് ചെയ്തിരിക്കുന്നു, മൂന്നാമത്തത് നാലാമത്തതുമായി ടച്ച് ചെയ്തിരിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ടച്ച് ചെയ്തിരിക്കുകയല്ലേ. അപ്പൊ പാർട്ടിക്കിളുകൾ പരസ്പരം ടച്ച് ചെയ്താണ് ഇരിക്കുന്നത്, അടുത്തടുത്ത് ചേർന്നാണ് ഇരിക്കുന്നത്. പാർട്ടിക്കിളുകൾ പരസ്പരം ചേർന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് പറയാം ഇവിടെ പാർട്ടിക്കിളുകൾ ക്ലോസ്ലി പാക്ഡ് ആണ് എന്ന് പറയാം. പാർട്ടിക്കിളുകൾ ഇവിടെ എങ്ങനെയാണ്? ക്ലോസ്ലി പാക്ഡ് ആണ്. അപ്പൊ സോളിഡിലും ലിക്വിഡിലും ഗ്യാസിലുമുള്ള പാർട്ടിക്കിളുകളുടെ അറേഞ്ച്മെന്റിനെ പറ്റിയാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. സോളിഡിലും ലിക്വിഡിലും ഗ്യാസിലും പാർട്ടിക്കിളുകളുടെ അല്ലെങ്കിൽ തന്മാത്രകളുടെ അല്ലെങ്കിൽ മോളിക്യൂളുകളുടെ ക്രമീകരണം ഒരുപോലെയല്ല. ആദ്യം സോളിഡ് നമ്മൾ എടുത്തപ്പോൾ അതെല്ലാം പാർട്ടിക്കിളുകൾ തിങ്ങി ഞെരുങ്ങിയാണ് ഇരിക്കുന്നത്. ദാറ്റ് മീൻസ് പാർട്ടിക്കിൾസ് ആർ ക്ലോസ്ലി പാക്ഡ്. എന്താ ക്ലോസ്ലി പാക്ഡ് എന്ന് വെച്ചാൽ പാർട്ടിക്കിളുകൾ, മോളിക്യൂളുകൾ, തന്മാത്രകൾ തിങ്ങി ഞെരുങ്ങിയാണ് ഇരിക്കുന്നത്, ഒന്ന് മറ്റൊന്നിനോട് ചേർന്നാണ് ഇരിക്കുന്നത്. പക്ഷെ ഇവിടെയാണെങ്കിലോ മോളിക്യൂളുകൾ ടച്ച് ചെയ്താണോ ഇരിക്കുന്നത്? അല്ല. മോളിക്യൂൾസ് ഇതുപോലെ ടച്ച് ചെയ്താണോ ഇരിക്കുന്നത്? അല്ല, കുറച്ച് ലൂസ് ആയിട്ടാണ്, അല്ലെ, കുറച്ച് ദൂരെയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് പറയാം ലിക്വിഡിലെ പാർട്ടിക്കിളുകൾ ലൂസ്ലി പാക്ഡ് ആണ്. ലൂസ്ലി പാക്ഡ് ആണ് കമ്പയർഡ് ടു ആരാണ്? സോളിഡുകൾ. സോളിഡിലെ പാർട്ടിക്കിളുകൾ അപേക്ഷിച്ച് ലിക്വിഡിലെ പാർട്ടിക്കിളുകൾ കുറച്ച് ദൂരെയാണ് ഇരിക്കുന്നത്. ഇനി ഗ്യാസിലാണെങ്കിലോ, ഗ്യാസിലെ പാർട്ടിക്കിളുകൾ നിങ്ങൾ നോക്കൂ, വളരെ ദൂരെയല്ലേ ഇരിക്കുന്നത്. ആരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ? സോളിഡുകളുമായും ലിക്വിഡുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് പറയാം സോളിഡുകളുമായും ലിക്വിഡുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഗ്യാസിലെ പാർട്ടിക്കിളുകൾ എന്താണ്? മോർ ലൂസ്ലി പാക്ഡ് ആണ് എന്ന് പറയാം, അല്ലെങ്കിൽ വെരി ലൂസ്ലി പാക്ഡ് ആണ് എന്ന് പറയാം. പാക്ഡ് എന്ന് വെച്ചാൽ അടുക്കിയിരിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ സോളിഡിനെയും ലിക്വിഡിനെയും ഗ്യാസിനെയും പറ്റിയുള്ള ഒന്നാമത്തെ പ്രോപ്പർട്ടിയാണ് നമ്മൾ പഠിച്ചത്, അറേഞ്ച്മെന്റ്. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്താണ്? അറേഞ്ച്മെന്റിനെ പറ്റിയാണ് നമ്മൾ നോക്കിയത്. പാർട്ടിക്കിളുകളെല്ലാം സോളിഡിലാണെങ്കിൽ ക്ലോസ്ലി പാക്ഡ് ആണ്, ലിക്വിഡിലാണെങ്കിൽ ലൂസ്ലി പാക്ഡ് ആസ് കമ്പയർഡ് ടു സോളിഡ് ആണ്, ഗ്യാസിലാണെങ്കിൽ വെരി ലൂസ്ലി പാക്ഡ് ആസ് കമ്പയർഡ് ടു സോളിഡ് ആൻഡ് ലിക്വിഡ് ആണ്. ഇനി രണ്ടാമത്തെ വ്യത്യാസം, സോളിഡും ലിക്വിഡും ഗ്യാസ് തമ്മിലുള്ള രണ്ടാമത്തെ വ്യത്യാസം, ഇവിടെ സ്പീഡിനെ പറ്റി നമുക്ക് നോക്കാം. സ്പീഡ് ഓഫ് പാർട്ടിക്കിൾസിനെ പറ്റി നോക്കാം. ഇവിടെ നോക്കൂ, പാർട്ടിക്കിൾസ് ഇവിടെ അടുത്തടുത്ത് തിങ്ങി ഞെരുങ്ങിയല്ലേ ഇരിക്കുന്നത്, അല്ലേ? അപ്പൊ പാർട്ടിക്കിൾസിന് മൂവ്മെന്റ് ഉണ്ടോ? പാർട്ടിക്കിൾസ് ഇവിടെ അനങ്ങാൻ പറ്റാത്ത രീതിയിലാണ് ഇതിരിക്കുന്നത്, അനങ്ങാൻ പറ്റാത്ത രീതിയിലാണ് ഈ പാർട്ടിക്കിൾ ഇരിക്കുന്നത്, അതേപോലെ തന്നെ ഈ പാർട്ടിക്കിൾ, അല്ലേ? അപ്പൊ പാർട്ടിക്കിൾസ് ഇവിടെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് പാർട്ടിക്കിളുകൾക്ക് മൂവ് ചെയ്യാൻ കഴിയില്ല. അതായത് മൂവ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ അവയ്ക്ക് കൈനറ്റിക് എനർജി ലോ ആയിരിക്കും, അല്ലെങ്കിൽ സ്പീഡ് എന്നത് ലോ ആയിരിക്കും. ആലോചിക്കുക, അപ്പൊ സോളിഡുകൾക്കും ലിക്വിഡുകളും ഗ്യാസുകളും നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് സോളിഡിലെ പാർട്ടിക്കിളുകൾ അടങ്ങി തിങ്ങി ഞെരുങ്ങിയാണ് ഇരിക്കുന്നത്. അതായത് പാർട്ടിക്കിളുകൾക്ക് അനങ്ങാൻ കഴിയില്ലെങ്കിൽ അതിന്റെ സ്പീഡ് അല്ലെങ്കിൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് വെരി ലോ ആയിരിക്കും. പാർട്ടിക്കിളുകളുടെ സ്പീഡ് അല്ലെങ്കിൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് വെരി ലോ ആയിരിക്കും. ഇനി
ലിക്വിഡുകളിലാണെങ്കിലോ ഈ പാർട്ടിക്കിളിന് കുറച്ച് ദൂരോട്ടൊക്കെ എന്ത് ചെയ്യാൻ കഴിയും, മൂവ് ചെയ്യാൻ കഴിയും അല്ലേ. ആരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സോളിഡിലെ പാർട്ടിക്കിളുകളെ വെച്ച് നോക്കും. അപ്പൊ സോളിഡിലെ പാർട്ടിക്കിളുകളെ വെച്ച് നോക്കുമ്പോൾ ലിക്വിഡിലെ പാർട്ടിക്കിളുകൾക്ക് സ്പീഡ് കുറച്ച് കൂടുതലാണ്, ഹയർ ദാൻ സോളിഡ്സ് എന്ന് പറയാം. അപ്പൊ സോളിഡിലെ പാർട്ടിക്കിളുകളെക്കാളും സ്പീഡ് ഉണ്ട് ആരുടെ പാർട്ടിക്കിളുകൾക്ക്, ലിക്വിഡിലെ പാർട്ടിക്കിളുകൾക്ക്. ഇനി ഗ്യാസിലെ പാർട്ടിക്കിളുകളാണെങ്കിലോ ദൂരെയിരിക്കുന്ന ഓരോ പാർട്ടിക്കിൾ. അപ്പൊ ഈ പാർട്ടിക്കിളിന് ദൂരോട്ട് എന്ത് ചെയ്യാൻ കഴിയും, മൂവ് ചെയ്യാൻ കഴിയും. അപ്പൊ പാർട്ടിക്കിൾസിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഇവിടെ വളരെ കൂടുതലാണ്, വെരി ഹൈ ആണ്. പാർട്ടിക്കിൾസിന്റെ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ മൂവ് ചെയ്യാനുള്ള കഴിവ് അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത് ഗ്യാസസിൽ വളരെ കൂടുതലാണ്. ആരെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, സോളിഡിനെയും ലിക്വിഡിനെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഇനി നമ്മൾ ഇതിന്റെ മൂന്നാമത്തെ പ്രോപ്പർട്ടിയിലേക്ക് പോവുകയാണ്. സോളിഡിന്റെയും ലിക്വിഡിന്റെയും ഗ്യാസിന്റെയും മൂന്നാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് ഇങ്ങനെയാണ്. ഇവിടെ നോക്ക്, നമുക്ക് ഇപ്പൊ നമ്മൾ തന്നെ ക്ലാസ്സിൽ ഇരിക്കുന്നു. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ഉള്ള, ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള നമ്മുടെ അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന ആൾക്കാരുമായിട്ട് അല്ലെ, നമ്മുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് ആയിരിക്കും നമ്മൾ ഏറ്റവും അടുത്തിരിക്കുന്ന കൂട്ടുകാരുമായിട്ട് നമുക്ക് അട്രാക്ഷൻ വളരെ കൂടുതലായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് പറയാം, ഇവിടെ നോക്കൂ, സോളിഡിൽ പാർട്ടിക്കിൾസ് അടുത്തടുത്തല്ലേ ഇരിക്കുന്നത്. സോളിഡിൽ പാർട്ടിക്കിളുകൾ അടുത്തടുത്താണ് ഇരിക്കുന്നത്, മോളിക്യൂളുകൾ അടുത്തടുത്തല്ലേ ഇരിക്കുന്നത്. ഇവിടെയാണെങ്കിലും മോളിക്യൂളുകൾ ദൂരെയാണ്, ഇവിടെ മോളിക്യൂളുകൾ വളരെ ദൂരെയാണ്. അപ്പൊ നമുക്ക് പറയാം, സോളിഡിലെ പാർട്ടിക്കിളുകൾ അടുത്തടുത്തിരിക്കുന്നത് കൊണ്ട് അവയുടെ ഇന്റർ മോളിക്കുലാർ അട്രാക്ഷൻ കൂടുതലായിരിക്കും. ഇന്റർമോളിക്കുലാർ അട്രാക്ഷൻ എന്താണ്? ഇന്റർമോളിക്കുലാർ അട്രാക്ഷൻ എന്ന് വെച്ചാൽ, ഇന്റർ എന്ന് വെച്ചാൽ ബിറ്റ്വീൻ എന്നാണ്. ഇന്റർമോളിക്കുലാർ അട്രാക്ഷൻ എന്ന് വെച്ചാൽ എന്തായിരിക്കും? മോളിക്യൂളുകൾക്കിടയിലുള്ള ആകർഷണ ബലം. അല്ലെങ്കിൽ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എവിടെ കൂടുതലാണ്? സോളിഡിൽ വെരി ഹൈ ആണ്. കാരണം മോളിക്യൂളുകൾ അടുത്തടുത്താണ് ഇരിക്കുന്നത്. പക്ഷെ ഇവിടെയാണെങ്കിലും മോളിക്യൂൾ കുറച്ച് ദൂരെയല്ലേ ഇരിക്കുന്നത്. സോ ഇവിടെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ലോ ആസ് കമ്പയർഡ് ടു ആരാണ്? സോളിഡ്സ്. സോളിഡുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇവിടെ അട്രാക്ഷൻ എന്ന് പറയുന്നത് കുറവാണ്. ഇനി ഗ്യാസസിലാണെങ്കിലും പാർട്ടിക്കിൾസ് വളരെ ദൂരെയല്ലേ. അപ്പൊ അട്രാക്ഷൻ ആണോ? ഇല്ല. ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും, വെരി ലോ ആയിരിക്കും ആസ് കമ്പയർഡ് ടു ആരൊക്കെ? സോളിഡ് ആൻഡ് ലിക്വിഡ്. സോളിഡിനെയും ലിക്വിഡിനെയും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറവ് അട്രാക്ഷൻ വരുന്നത് ഇവിടെയാണ്. ഏത് മോളിക്യൂളുകളിലാണ്? ഗ്യാസ് മോളിക്യൂളുകളാണ്. അപ്പൊ നമ്മൾ മൂന്ന് കാര്യങ്ങൾ കമ്പയർ ചെയ്ത്, ആദ്യം നമ്മൾ പഠിച്ചത് പാക്കിങ്ങിനെ പറ്റി, അറേഞ്ച്മെന്റിനെ പറ്റി. അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് സോളിഡിലാണെങ്കിൽ വളരെ തിങ്ങിനെരുങ്ങിയാണ് പാർട്ടിക്കിൾ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ക്ലോസ്ലി പാക്ഡ് ആണെന്ന് പറയാം. ലിക്വിഡ് ആണെങ്കിൽ ലൂസ്ലി പാക്ഡ് ആണെന്ന് പറയാം. ഗ്യാസ് ആണെങ്കിൽ മോർ ലൂസ്ലി പാക്ഡ് ആണെന്ന് പറയാം. സോളിഡിലെ കൈനറ്റിക് എനർജി സ്പീഡിനെ പറ്റി നമ്മൾ പഠിച്ചു. ഏറ്റവും കുറവ് സ്പീഡുള്ളത് സോളിഡിലെ മോളിക്യൂളുകൾക്കും ഏറ്റവും കൂടുതൽ സ്പീഡുള്ളത് ഗ്യാസിലെ മോളിക്യൂളുകൾക്കുമാണ്. സോളിഡിലെ മോളിക്യൂളുകൾ അടുത്തടുത്തിരിക്കുന്നതുകൊണ്ട് അട്രാക്ഷൻ വളരെ കൂടുതലും, ഗ്യാസിൽ മോളിക്യൂളുകൾ ദൂരെ ഇരിക്കുന്നതുകൊണ്ട് അട്രാക്ഷൻ വളരെ കുറവുമാണ്. നാലാമത്തെ പോയിന്റ്, നമ്മൾ മുറിയിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ റൂമിൽ ഇരിക്കുകയാണ്. അപ്പൊ അപ്പുറത്തെ വീട്ടില് മീൻ പൊരിക്കുന്നു, നമുക്കതിന്റെ സ്മെല്ല് കിട്ടുന്നു. എങ്ങനെയാണ് അതിന്റെ സ്മെല്ല് കിട്ടണേ? ആ മീൻ പൊരിക്കുന്നതിന്റെ സ്മെല്ല് എയറുമായിട്ട് മിക്സ് ചെയ്ത് അത് സ്പ്രെഡ് ചെയ്ത് നമ്മുടെ മൂക്കിൽ വരുന്നോണ്ടാണ് നമുക്ക് ആ മീൻ പൊരിച്ചതിന്റെ സ്മെല്ല് കിട്ടിയത് അല്ലേ. അവിടെ എന്താ സംഭവിച്ചത്? അവിടെ ഒരു കെമിസ്ട്രി പ്രിൻസിപ്പിൾ ആണ് അവിടെ നടന്നത്, ഒരു പ്രതിഭാസം, ഒരു ഫിനോമിനൻ ആണ് നടന്നത്. വ്യാപനം അല്ലെങ്കിൽ ഡിഫ്യൂഷൻ എന്ന് പറയും. എന്താ പറഞ്ഞത്? വ്യാപനം അല്ലെങ്കിൽ ഡിഫ്യൂഷൻ അല്ലെങ്കിൽ വ്യാപനം എന്ന് പറയും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വസ്തുവിന്റെ പാർട്ടിക്കിളുകൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡിഫ്യൂഷൻ അല്ലെങ്കിൽ വ്യാപനം എന്ന് വിളിക്കുന്നത്. അപ്പൊ നിങ്ങൾ പറയും, ഞാൻ ഒരു മുറിയിൽ നിൽക്കുകയാണ്, ഒരു മുറിയുടെ ഒരു കോർണറിൽ ഒരു ചന്ദനത്തിരി കത്തിച്ചു വെച്ചിട്ടുണ്ട്, ഒരു ചന്ദനത്തിരി കത്തിക്കാതെ വെച്ചിട്ടുണ്ട്, അതേപോലെ ഒരു ബീക്കറിൽ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ മണ്ണെണ്ണ വെച്ചിട്ടുണ്ട്. 3 വസ്തുക്കളുണ്ട്. ഒരു മുറിയുടെ ഒരു കോർണറിൽ ഞാൻ നിൽക്കുന്നു, ഒരു മൂലയിൽ ഞാൻ നിൽക്കുന്നു. ആ മുറിയുടെ വേറൊരു കോർണറിൽ 3 വസ്തുക്കൾ വെച്ചിരിക്കുന്നു. ഒരു ചന്ദനത്തിരി കത്തിച്ചു വെച്ചിട്ടുണ്ട്, ചന്ദനത്തിരി കത്തിക്കാതെ വെച്ചിട്ടുണ്ട്, ഒരു ബീക്കറിൽ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ മണ്ണെണ്ണ വെച്ചിട്ടുണ്ട്. ഏതിന്റെ സ്മെല്ലായിരിക്കും നമുക്ക് ആദ്യം കിട്ടുന്നത്? ചന്ദനത്തിരി കത്തിച്ചതിന്റെ സ്മെല്ലായിരിക്കും നമുക്ക് ആദ്യം കിട്ടുന്നത്. അത് കഴിഞ്ഞ് കിട്ടുന്നത് മണ്ണെണ്ണയുടെ സ്മെല്ലായിരിക്കും.
അത് കഴിഞ്ഞ് കിട്ടുന്നത് ആ ചന്ദനത്തിരിയുടെ സ്മെല്ലായിരിക്കും, കത്തിക്കാത്ത ചന്ദനത്തിരിയുടെ സ്മെല്ലായിരിക്കും. അപ്പൊ നിങ്ങൾ നോക്ക്, മൂന്ന് അവസ്ഥകളിലാണ്. കത്തിച്ച ചന്ദനത്തിരി എന്ന് പറയുന്നത് ഗ്യാസ് സ്റ്റേറ്റിലാണ്, മണ്ണെണ്ണ എന്ന് പറയുന്നത് ലിക്വിഡ് സ്റ്റേറ്റിലാണ്. കത്തിക്കാത്ത ചന്ദനത്തിരി എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റിലാണ്? സോളിഡ് സ്റ്റേറ്റിലാണ്. അപ്പൊ നിങ്ങൾ ഓർക്കുക, ഏറ്റവും വേഗത്തിൽ നമുക്ക് സ്മെല്ല് കിട്ടുന്നത് ആരുടെയാണ്? 3 സ്ഥലത്തും നമുക്ക് സ്മെല്ല് കിട്ടും. ഏറ്റവും വേഗത്തിൽ സ്മെല്ല് കിട്ടുന്നത് കത്തിച്ച വസ്തുവിന്റെയാണ്. അതായത് ഗ്യാസ് സ്റ്റേറ്റിലുള്ള വസ്തുവിന്റെ സ്മെല്ലായിരിക്കും നമുക്ക് പെട്ടെന്ന് കിട്ടുന്നു. കാരണം ഏതൊരു വസ്തുവിന്റെ സ്മെല്ല് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് സ്പ്രെഡ് ചെയ്യുന്നു, മോളിക്യൂളുകൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് സ്പ്രെഡ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ ഡിഫ്യൂഷൻ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ ഡിഫ്യൂഷനുള്ള കഴിവുള്ളത് ആർക്കാണെന്ന് ചോദിച്ചാൽ ആർക്കെന്ന് പറയണം? ഗ്യാസുകൾക്കാണ്. ഗ്യാസുകൾക്കാണ് ഡിഫ്യൂഷൻ അല്ലെങ്കിൽ വ്യാപിക്കാനുള്ള കഴിവ് വളരെ കൂടുതൽ. അപ്പോൾ ഡിഫ്യൂഷനുള്ള കഴിവ് ഏറ്റവും കൂടുതലുള്ളത്, വെരി ഹൈ ആയിട്ടുള്ളത് ആർക്കാണ്? ഗ്യാസസിനാണ്. അതിനേക്കാളും കുറവാണ് എവിടെ വരുന്നത്? ലിക്വിഡുകൾക്ക് വരുന്നത്. ഏറ്റവും കുറവാണ് എവിടെ വരുന്നത്? സോളിഡുകൾക്ക് വരുന്നത്. ഓക്കെയാണ്. അപ്പോൾ എന്താണ് ഡിഫ്യൂഷൻ എന്ന് മനസ്സിലായാൽ, ഒരു വസ്തുവിന്റെ പാർട്ടിക്കിളുകൾ എയറുമായി മിക്സ് ചെയ്ത് ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തേക്ക് സ്പ്രെഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ഡിഫ്യൂഷൻ അഥവാ വ്യാപനം എന്ന് വിളിക്കുന്നു. അപ്പോൾ ഡിഫ്യൂഷൻ അഥവാ വ്യാപനത്തിന്റെ ഏറ്റവും കഴിവ് കൂടുതൽ ഗ്യാസുകൾക്കും ഏറ്റവും കഴിവ് കുറവ് സോളിഡിന്, അതിനേക്കാളും കഴിവ് ഉള്ളത് സോളിഡിനേക്കാളും കഴിവുണ്ട് ആർക്ക്? ലിക്വിഡിന്. ഓർക്കുക, അപ്പൊ ഇതെല്ലാം സോളിഡും ലിക്വിഡും ഗ്യാസും തമ്മിലുള്ള ഡിഫറൻസുകളാണ്. ബാക്കിയുള്ള ഡിഫറൻസുകൾ നമുക്ക് നോക്കാം. അപ്പോൾ ബേസിക് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുക. ഇതിലേക്കാണ് നമ്മൾ പിന്നെയും തിരിച്ചു വരുന്നത്. അപ്പോ നോക്കൂ, സോളിഡുകളും ലിക്വിഡുകളും ഗ്യാസ്. സോളിഡുകൾക്ക് മോളിക്കുലാർ, ഞാൻ പറഞ്ഞു സോളിഡുകൾ ലിക്വിഡുകൾ ഗ്യാസ്. നമ്മൾ നേരത്തെ വരച്ച ഫിഗർ തന്നെയാണ് ഇവിടെ ഒന്നുകൂടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ചിത്രം കണ്ടല്ലോ, ഞാൻ വരച്ച അതേ ചിത്രം തന്നെയാണ് ഇവിടെ ഉള്ളത്. സോളിഡിലെ പാർട്ടിക്കിളുകൾ തമ്മിലുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? സോളിഡിലെ പാർട്ടിക്കിളുകൾ തമ്മിലുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? സോളിഡിലെ പാർട്ടിക്കിളുകളുടെ അട്രാക്ഷൻ എങ്ങനെയായിരിക്കും? സ്ട്രോങ് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരിക്കും. പക്ഷെ ലിക്വിഡിലാണെങ്കിലോ അത് വീക്ക് ആയിരിക്കും. ഗ്യാസിലാണെങ്കിൽ വെരി വീക്ക് മോളിക്കുലർ അട്രാക്ഷൻ. കാരണം മോളിക്യൂൾസ് ഒക്കെ ദൂരെയാണ് ഇരിക്കുന്നത്. അത് തന്നെയാണ് രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. മോളിക്യൂളുകളുടെ ഇടയിലുള്ള സ്പേസ് വളരെ കുറവാണ്, വെരി ലെസ് ഇന്റർമോളിക്കുലർ സ്പേസ്. സോളിഡിലെ മോളിക്യൂളുകൾക്കിടയിലുള്ള ഫോഴ്സ്, അവിടെ പാർട്ടിക്കിൾ അടുത്തടുത്തല്ലേ ഇരിക്കുന്നത്. സോ മോളിക്യൂളുടെ ഇടയിലുള്ള സ്പേസ് കുറവാണ്. ലിക്വിഡിലാണെങ്കിൽ സ്പേസ് കൂടുതലാണ്, ഗ്യാസിലാണെങ്കിൽ മോളിക്യൂളുകൾക്കിടയിലുള്ള സ്പേസ് വളരെ കൂടുതലാണ്. സോളിഡിന്റെ മറ്റൊരു പ്രത്യേകത, സോളിഡ് മോളിക്യൂൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു, ഇത് തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു. എന്താണ്? സോളിഡിന് ഹാവ് ഡെഫിനറ്റ് ഷേപ്പ് ആൻഡ് വോളിയം. സോളിഡ് മോളിക്യൂളുകൾക്ക് ഡെഫിനറ്റ് ഷേപ്പും ഉണ്ട്, ഡെഫിനറ്റ് വോളിയം ഉണ്ട്. കറക്റ്റ് ഒരു ഷേപ്പും ഉണ്ട്, കറക്റ്റ് ഇരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സ്പേസും ആവശ്യമാണ് സോളിഡുകൾക്ക്. പക്ഷേ ലിക്വിഡുകൾക്ക് വ്യക്തമായ ഒരു ഷേപ്പ് ഉണ്ടോ? ഇല്ല. ഒരു ബീക്കറിൽ ഒരു ലിക്വിഡ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഷേപ്പ് ബീക്കറിന്റെ ഷേപ്പാണ്. അതേ ലിക്വിഡിനെ നമ്മൾ ഒരു പാത്രത്തിൽ എടുത്തു കഴിഞ്ഞാൽ ആ പാത്രത്തിന്റെ ഷേപ്പാണ് ലിക്വിഡിന് പോകുന്നത്. അപ്പൊ ഇതിന് വ്യക്തമായ ഷേപ്പ് ഇല്ല, പക്ഷെ ഡെഫിനറ്റ് ആയിട്ടുള്ള എന്തുണ്ട്? വോളിയം ഉണ്ട്. ഇനി ഷേപ്പോ വോളിയമോ ഇല്ലാത്ത വസ്തുക്കളാണ് ഏതെന്ന് പറയുന്നത്? ഗ്യാസുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഷേപ്പോ വോളിയമോ ഇല്ലാത്ത വസ്തുക്കൾ ഫിസിക്കൽ സ്റ്റേറ്റ് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഏത് പറയണം? ഗ്യാസ് എന്ന് പറയണം. സോ അടുത്ത പോയിന്റ് ഞാൻ പറഞ്ഞില്ല, ഇതിൽ നിന്ന് പറയാം. സോളിഡുകൾക്ക് ഹൈ ഡെൻസിറ്റിയാണ്. മെൽറ്റിംഗ് പോയിന്റ്, ഉരുകുന്ന ടെമ്പറേച്ചർ, ബോയിലിംഗ് പോയിന്റ്, തിളയ്ക്കുന്ന ടെമ്പറേച്ചർ, ഇതെല്ലാം ഹൈ ആണ്. ലിക്വിഡുകൾക്ക് ഡെൻസിറ്റി കുറവാണ്, മെൽറ്റിംഗ് പോയിന്റ് കുറവാണ്, അതുപോലെ ബോയിലിംഗ് പോയിന്റും ഒക്കെ കുറവാണ്. എല്ലാ വസ്തുക്കളും എല്ലാ വാല്യൂസും കുറവാണ്. മെൽറ്റിംഗ് പോയിന്റ് നമുക്ക് പറയാൻ പറ്റില്ല, ബോയിലിംഗ് പോയിന്റ് മാത്രം ഉദ്ദേശിച്ചാൽ മതി. മെൽറ്റിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ ഉരുകുന്ന ടെമ്പറേച്ചർ എന്നാണ്. ലിക്വിഡുകൾ പിന്നെ ഉരുകുന്ന ടെമ്പറേച്ചറിനെ പറ്റി പറയേണ്ട കാര്യമില്ല, ഏത് മാത്രം പറഞ്ഞാൽ മതി. ബോയിലിംഗ് പോയിന്റ് മാത്രം പറഞ്ഞാൽ ഡെൻസിറ്റിയും ബോയിലിംഗ് പോയിന്റും ഒക്കെ കുറവാണ് ആർക്കെന്ന് പറയുന്നത്? ലിക്വിഡുകൾക്ക്. ഗ്യാസുകളുടെ ഡെൻസിറ്റി എന്ന് പറയുന്നത് വളരെ 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 കുറവാണ്. ഇനി നമുക്കൊരു ഗ്യാസ് എടുത്ത്, നമ്മുടെ വീട്ടിൽ LPG സിലിണ്ടർ ഉണ്ടല്ലോ. LPG സിലിണ്ടർ എന്ന് വെച്ചാൽ അതിനകത്തുള്ളത് ഗ്യാസ് ആണ്. ആ ഗ്യാസിനെ ഭയങ്കരമായ പ്രഷർ കൊടുത്ത് ലിക്വിഡ് ആക്കിയാണ് ആ കണ്ടെയ്നറിനകത്ത്, ആ ഗ്യാസ് സിലിണ്ടറിനകത്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത്, കംപ്രസ് ചെയ്ത് ഒരു അവസ്ഥയിൽ നിന്ന് വേറൊരു അവസ്ഥയിലേക്ക് മാറ്റാൻ കഴിയുന്നതാണ് ഗ്യാസുകളെ. ഗ്യാസുകളെ കംപ്രസ് ചെയ്യാൻ എന്താ? പ്രഷർ കൊടുക്കുക. ഗ്യാസിനെ പ്രഷർ കൊടുത്ത് കഴിഞ്ഞാൽ ഗ്യാസ് എന്തായി മാറും? ലിക്വിഡ് ആയിട്ട് മാറും.
ഇപ്പൊ ഗ്യാസസിനെ നമുക്ക് കംപ്രസ് ചെയ്യാൻ കഴിയും. ഗ്യാസസ് ആർ ഹൈലി കംപ്രസിബിൾ. പക്ഷെ ലിക്വിഡിനെ നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോളിഡിനെ നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റും. ലിക്വിഡിനെ നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റും. ലിക്വിഡിനെ കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സോളിഡ് രൂപത്തിലോട്ട് മാറും. പക്ഷെ സോളിഡിനെ നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റും. സോളിഡിനെ കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ രൂപം മാറും? ഇല്ല. അപ്പൊ കംപ്രസ് ചെയ്യുമ്പോൾ, പ്രഷർ കൊടുക്കുമ്പോൾ രൂപം മാറുന്ന വസ്തുക്കൾ ഏതൊക്കെയാണ്? ഗ്യാസുകളും ലിക്വിഡുകളും. ഒഴുകാനുള്ള കഴിവ് നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താ? ഡിഫ്യൂഷൻ. അതിനെ വേറെ രീതിയിൽ എഴുതിയിരിക്കുന്നു. ഒഴുകാനുള്ള കഴിവുള്ളത് ആർക്കൊക്കെയാണ്? ഗ്യാസിന് ഒഴുകാനുള്ള കഴിവുണ്ട്, ലിക്വിഡുകൾക്ക് ഒഴുകാനുള്ള കഴിവുണ്ട്. പക്ഷേ സോളിഡുകൾക്ക് ഒഴുകാനുള്ള കഴിവുണ്ടോ? ഇല്ല. സോളിഡുകൾ ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അത് അതേ സ്ഥലത്ത് തന്നെ നിൽക്കും. അപ്പൊ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായാലോ? ഇതാണ് ബേസിക് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോളിഡിനെയും ലിക്വിഡിനെയും ഗ്യാസിനെയും പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് നമ്മൾ ഇന്ന് തന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.